Good morning, dear students. In this video, we will be discussing the statement and proof of comparison test of convergence series. So let us see the statement. We have priorly discussed the statement. So the statement is let x is equal to sequence xn, capital Y is equal to sequence yn, be real sequence, and suppose that for some k belongs to n, we have 0 less than or equal to xn less than or equal to yn for all n greater than or equal to k. Then sigma yn is convergent implies sigma xn is convergent. Second is sigma xn is divergent implies sigma yn is divergent. So basically, what is our statement? Our statement says that sequence xn and yn are real sequences. As usual, we are considering real sequence throughout this chapter. And suppose if we are getting a relation 0 less than xn less than yn എന്നുള്ളൊരു ഫോമിൽ റിലേഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇവിടെ yn കൺവേർജന്റ് ആണെങ്കിൽ xn കൺവേർജന്റ് ആണെന്ന് പറയാൻ പറ്റും. ഇഫ് yn is convergent, we can say xn is convergent. And if xn is divergent, then we can say that yn is divergent. So always remember that you try to remember the convergent part. Then conversely, we can memorize the divergent part also. So we have the proof. First, നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത് വി ആർ അസ്യൂമിങ് ദാറ്റ് അതായത് എന്താ അസ്യൂം ചെയ്യാൻ പോകുന്നത് എക്സ് എൻ വൈ എൻ എന്ന് പറയുന്ന രണ്ട് സീക്വൻസ് ആണ് ആൻഡ് ദിസ് കണ്ടീഷൻ ഹോൾഡ് 0 ലെസ് തൻ എക്സ് എൻ ലെസ് തൻ വൈ എൻ വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ് സിഗ്മ വൈ എൻ കൺവേർജന്റ് ആണെന്ന് അസ്യൂം ചെയ്യും വി വിൽ ബി പ്രൂവിങ് ദാറ്റ് സിഗ്മ എക്സ് എൻ ഇസ് കൺവേർജന്റ്. So this is our proof. Assume that sigma yn is convergent. Sigma yn convergent ആണെന്ന് assume ചെയ്തു. So by the Cauchy criteria, Cauchy criteria എന്താണ്? If a series is convergent, then there exists m such that yn plus 1, yn plus 2 plus ym is less than epsilon. നമ്മുടെ Cauchy criteria എന്താണ്? Modulus of s m plus n minus s n m plus 1 minus s n എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആണ്. അതേ കാര്യങ്ങളാണ്. എസ് എം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഷി ക്രൈറ്റീരിയനെ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതായത് ഇൻസ്റ്റെഡ് ഓഫ് എസ് എം പ്ലസ് എൻ മൈനസ് എസ് എം വി കൻ ഓൾസോ റൈറ്റ് ആസ് വൈ എൻ പ്ലസ് 1 പ്ലസ് വൈ എൻ പ്ലസ് 2 പ്ലസ് എക്സെട്ര വൈ എൻ is less than epsilon for all m greater than n greater than equal to n. So this is by the definition of Cauchy criteria. Now we are going to take if m എന്ന് പറയുന്ന value is greater than supremum set capital M comma k എന്നുള്ളത്. അതായത് m എന്ന് പറയുന്നത് സുപ്രീമം ക്യാപിറ്റൽ എമ്മും കെനെക്കാട്ടിലും സുപ്രീമം വാല്യൂവിനെക്കാട്ടിലും ഗ്രേറ്റർ ആണ് സ്മോൾ എം എന്ന് പറയുന്ന വാല്യൂ. Then, so from our statement, നമുക്കറിയാം xn എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു yn ആണെന്ന് given ആണ് 0 ലെസ് ദാൻ xn ലെസ് ദാൻ yn. അപ്പം if we are considering 0 ലെസ് ദാൻ ഈക്വൽ ടു xn plus 1 plus xn plus 2 plus xm എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ xn plus 1 can be written as less than equal to yn plus 1, xn plus 2 എന്ന് പറയുന്നത് ലെസ് ദാൻ yn plus 2. അതുപോലെ തന്നെ എക്സ് എം എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു വൈ എം ആയിട്ട് നമുക്ക് എഴുതാം വിച്ച് ഇസ് ലെസ് ദാൻ ആൻഡ് ഈ വൈ എൻ പ്ലസ് 1 പ്ലസ് വൈ എൻ പ്ലസ് 2 പ്ലസ് വൈ എം എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആണ് ബൈ കോഷി ക്രൈറ്റീരിയ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എം ഗ്രേറ്റർ ദാൻ എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എം ദാറ്റ് ഇസ് ദ കണ്ടീഷൻ. അപ്പൊ ഇങ്ങനെ നമുക്കൊരു ഈക്വാലിറ്റി കിട്ടുവാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി എക്സ് എൻ പ്ലസ് 1 പ്ലസ് എക്സ് എൻ പ്ലസ് 2 പ്ലസ് എക്സ് എൻ പ്ലസ് പ്ലസ് 3 പ്ലസ് എക്സ് എം എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടുന്നു. സോ ഫ്രം ഹിയർ വി ക്യാൻ സി ദാറ്റ് ദിസ് ഈസ് ദ കോഷി ക്രൈറ്റീരിയ ആണ്. നമ്മുടെ കോഷി ക്രൈറ്റീരിയ ആണ്. സോ ബൈ കോഷി ക്രൈറ്റീരിയ തിയറം ഇഫ് ദിസ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ് ദെൻ വി ക്യാൻ സേ ദാറ്റ് സിഗ്മ എക്സ് എൻ കൺവേർജസ്. സോ വി ഗെറ്റ് സിഗ്മ എക്സ് എൻ ഇസ് കൺവേർജൻ. സോ ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. Now we are going to prove the second part. So second part prove ചെയ്യാനായിട്ട് we assume that sigma xn എന്ന് പറയുന്നത് divergent ആണെന്ന് assume ചെയ്യുന്നു. We are going to prove that sigma yn is divergent. Okay.
sigma xn divergent ആണെന്ന് നമ്മൾ assume ചെയ്തു, sigma yn divergent ആണെന്ന് prove ചെയ്യണം. So ഇവിടെ ഇപ്പം sigma yn divergent ആണെന്ന് prove ചെയ്യാനായിട്ട് we are using the method of contradiction. So method of contradiction എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ assume ചെയ്യും. നമ്മൾ assume ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യത്തിന് ഒരു കോൺട്രഡിക്ഷൻ കിട്ടും. That and we will prove that by the method of, that is our method of contradiction. So നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് സിഗ്മ yn diverge ചെയ്യുന്ന പ്രൂവ് ചെയ്യേണ്ടത്. So by method of contradiction we are going to first assume that sigma yn converges. If possible, assume sigma yn converges. Then if sigma yn converge ചെയ്യുന്നു നമ്മൾ assume ചെയ്ത് കഴിഞ്ഞാൽ from our part A, first part നമ്മൾ എന്താ പ്രൂവ് ചെയ്തത്? If sigma yn converges, then sigma xn also converges, which is a contradiction because we know that sigma xn diverges എന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. So this sigma xn converges എന്ന് പറയുന്നത് it is a contradiction to our already known condition, already known statement. So hence we get that the assumption is wrong. So therefore we can get sigma yn diverges. Hence we proved the theorem. Now next we are having the theorem limit comparison test of convergence series. So limit comparison test of convergence series. We are going to state the theorem and also we are going to prove it. So we are having, suppose that capital X is equal to secant xn, capital Y equal to secant yn are strictly positive sequences, and suppose that R is equal to limit xn by yn exists, then part A is, if R not equal to 0 we are having this condition, R equal to 0 we are having this. So let us look at the statement carefully. എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? എക്സ് എന്ന് പറയുന്ന ഒരു സീക്വൻസ്, ക്യാപിറ്റൽ എക്സ് ഈസ് എ സീക്വൻസ്, ക്യാപിറ്റൽ വൈ ഈസ് എ സീക്വൻസ്, ആൻഡ് എക്സ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് എക്സ് എൻ, ക്യാപിറ്റൽ വൈ ഈസ് സീക്വൻസ് വൈ എൻ, then R equal to basically what we are having in this statement is that xn, if when we are finding the limit xn by yn value നമ്മൾ ഫൈൻഡ് ചെയ്യുമ്പോൾ ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ there are two cases. എക്സിസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി, വി ആർ നോട്ട് ഗെറ്റിംഗ് ഇൻഫിനിറ്റി ഓർ ലിമിറ്റ് ഡസന്റ് എക്സിസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നില്ല. സോ there are two cases. either ഈ ആ ലിമിറ്റിന്റെ വാല്യൂ നോൺ സീറോ ആയിരിക്കാം അല്ലെങ്കിൽ ലിമിറ്റിന്റെ വാല്യൂ സീറോ ആയിരിക്കാം. So if the limit value of the limit is non-zero, then we can say that sigma xn converge ചെയ്യുവാണെങ്കിൽ, അതായത് ന്യൂമറേറ്ററിൽ കിടക്കുന്ന സീക്വൻസ് കൺവേർജ് ചെയ്യുവാണെങ്കിൽ if and only sigma yn converges എന്ന് പറയാം. ന്യൂമറേറ്ററിൽ കിടക്കുന്ന സീക്വൻസ് കൺവേർജ് ചെയ്യുന്നെങ്കിൽ if and only sigma yn converges. അതുപോലെ തന്നെ if R is equal to 0, ഈ ലിമിറ്റ് ഓഫ് ദ സീക്വൻസ് limit xn by yn നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ അത് സീറോ ആണെങ്കിൽ, if the limit is 0, then we can say that ഡിനോമിനേറ്ററിലെ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നു എന്ന് തന്നിട്ടുണ്ടെങ്കിൽ we can say that sigma xn converges. So first statement കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയാമെങ്കിൽ we can see that first limit xn by yn you have to find it, and if the limit is non-zero, ഒരു finite non-zero value കിട്ടുന്നെങ്കിൽ xn കൺവേർജ് ചെയ്യുമെങ്കിൽ yn കൺവേർജ് ചെയ്യും, yn കൺവേർജ് ചെയ്യണമെങ്കിൽ xn കൺവേർജ് ചെയ്യും. sigma xn converges implies sigma yn converge, sigma yn implies sigma xn converges. Okay. And if this limit is 0, then denominator ഏത് സീരീസ് എടുക്കുന്നത് അത് കൺവേർജ് ചെയ്യുവാണെങ്കിൽ we can say that the series in the numerator also converges. So we are having the proof of this theorem. So first we are going to prove the part A. Let R is equal to limit xn by yn and R is not equal to 0. So first we are going to consider R is equal to limit xn by yn എന്ന് നമ്മൾ assume ചെയ്തു. Let R is non-zero. Since limit xn by yn is equal to R,
by the definition of convergence of sequence. നമുക്കറിയാം limit xn by yn is equal to r ആണെങ്കിൽ by the convergence of sequence we know that there exists a case as that modulus of xn by yn minus r is less than r. So, by definition of convergence, we can say that modulus of xn by yn minus r is less than some small value എന്ന് പറയാം. അതായത് ലെസ് ദാൻ ആർ ബൈ ടു നമ്മൾ ഇട്ട് കൊടുക്കുക. ഓക്കെ, ലെസ് ദാൻ ആർ ബൈ ടു. ആർ ബൈ ടു ഇസ് എ സ്മോൾ വാല്യൂ, നോൺ സീറോ നോട്ട് സ്മോൾ വാല്യൂ എന്ന് വിചാരിക്കുക. സോ അങ്ങനെ ആകുമ്പം നമുക്ക് കിട്ടും മോഡുലസ് ഓഫ് എക്സ് എൻ ബൈ വൈ എൻ മൈനസ് ആർ ലെസ് ദാൻ ആർ ബൈ ടു എന്ന് പുട്ട് ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് r by 2 less than or equal to xn by yn less than or equal to 3r by 2. So, this 3r by 2 is 1.5 something. So, less than 3r by 2 ആണെങ്കിൽ we can also write less than 2r എന്നും എഴുതാം. അതായത് 1.5r നെക്കാട്ടിലും ചെറുതാണെങ്കിൽ we can also replace it by 2r. So, ഇത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും by the definition of convergence of ഈ ലിമിറ്റിന്റെ ഡെഫിനേഷൻ യൂസ് ചെയ്ത് convergence of a sequence. Now, from here we can observe the first and the second term of the inequality. So let us see this inequality. We'll be getting 1 by 2 r yn is less than or equal to xn. 1 by 2 r is less than or equal to xn by yn. So from here we get. So here we can use the comparison test. So previously we discussed the comparison test in the result answer. We know that if the previous theorem statement is that if 0 less than xn less than yn and if sigma yn converges then sigma xn also converges. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി ഇവിടെ xn എന്ന് xn പകരം എന്താ കിട്ടുന്നത് നമുക്ക് ഇവിടെ xn പകരം we are getting instead of xn we are having 1 by 2 r yn and instead of yn we are having xn. So and we have assumed that xn is convergent എന്ന് assume ചെയ്തിട്ടുണ്ട്. Okay, first പാർട്ടിൽ if sigma xn converges എന്ന് assume ചെയ്യുക. So xn converges എന്ന് assume ചെയ്യുകയാണെങ്കിൽ by using comparison test ഇവിടെ xn converge ചെയ്യാൻ നമ്മൾ assume ചെയ്തിട്ടുണ്ട്. So by using comparison test sigma xn converges implies sigma r by 2 yn converges. Sigma r by 2 yn converge എന്ന് പറയുമ്പോൾ r by 2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ r by 2 നെ പുറത്തെടുത്ത് എഴുതാമെങ്കിൽ സിഗ്മ yn converge എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സോ ഇതുപോലെ തന്നെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ സെക്കൻഡും തേർഡും ടേം നമ്മുടെ ഇനീക്വാലിറ്റിയിൽ സെക്കൻഡും തേർഡും ടേം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ xn by yn is less than or equal to r 2r എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ xn by yn is less than or equal to 2r എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ we get xn is less than or equal to 2r yn. So by comparison test ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ sigma yn converges implies sigma xn converge. നമുക്കറിയാം റൈറ്റ് സൈഡിൽ ഉള്ള സീരീസ് കൺവേർജ് ചെയ്യും നമുക്കറിയാമെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ളത് കൺവേർജ് ചെയ്യും എന്നാണ് നമ്മുടെ കമ്പാരിസൺ ടെസ്റ്റ് പറയുന്നത്. അപ്പം ഇവിടെ റൈറ്റ് സൈഡിലുള്ള 2r yn എന്ന് പറയുമ്പോൾ 2r എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ സിഗ്മ 2r yn കൺവേർജ് ചെയ്യാമെങ്കിൽ സിഗ്മ 2r yn കൺവേർജ് ചെയ്യും. So this convergence implies sigma xn converges. So നമുക്ക് കിട്ടി sigma xn converges if and only if sigma yn converges and sigma yn converges if and only if sigma xn converges. Now we have to prove second part B. So again we are going to take let limit of xn by yn is equal to 0 എന്ന് നമ്മൾ assume ചെയ്തു. Because second പാർട്ടിൽ എന്താണ് r ന്റെ വാല്യൂ 0 ആയതുകൊണ്ട് നമ്മുടെ ലിമിറ്റ് xn by yn is equal to r which is equal to 0. So instead of r we have replaced by 0. So according to the definition of convergence of a sequence and definition അനുസരിച്ച് എന്ത് എഴുതാൻ പറ്റും modulus of xn by yn modulus xn by yn minus 0 is less than
epsilon എന്ന് കൊടുക്കുക. Okay, instead of epsilon we can write S0 എന്ന് കൊടുക്കുക. Instead of epsilon you can take 1 എന്ന് കൊടുക്കുക. Okay, epsilon 1 എന്നുള്ള വാല്യൂ കൊടുക്കാം. അപ്പോൾ epsilon 1 കൊടുക്കുമ്പോൾ എന്തായിട്ട് മോഡുലസ് ഓഫ് എക്സ് എൻ ബൈ വൈ എൻ ഈസ് ലെസ് ദാൻ 1 എന്ന് കിട്ടി. സോ മോഡുലസ് ആയതുകൊണ്ട് എപ്പോഴും നമുക്ക് എന്ത് കിട്ടി 0. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും 0 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് എൻ ബൈ വൈ എൻ ലെസ് ദാൻ ഈക്വൽ ടു 1 എന്ന് കിട്ടും. എക്സ് എൻ ബൈ വൈ എൻ ലെസ് ദാൻ ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ ത്രൂ ഔട്ട് നമ്മൾ വൈ എനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? If you are multiplying throughout by yn, we get 0 less than xn less than or equal to yn. So we have to prove that if sigma yn converges, if yn converges, xn also converges എന്നാണ് ഇവിടെ prove ചെയ്യേണ്ടത്. So here again by comparison test അനുസരിച്ച് right side ഉള്ള series converge ചെയ്യുവാണെങ്കിൽ left side ലും converge ചെയ്യും. So our assumption is sigma yn converges. So sigma yn converges തന്നിട്ടുണ്ട്. So by comparison test we can say that sigma xn also converges. So hence we have proved the theorem.